ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഇറാഖ്. ഹോർമോസ് പാത വഴിയാണ് ഇറാഖിന്റെ മുഖ്യ കയറ്റുമതി. യുദ്ധം വലിയ തിരിച്ചടി നൽകിയ രാജ്യങ്ങളിൽ ഒന്നായ ഇറാഖ് ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് പുതിയ വഴി കണ്ടെത്തുകയാണ്. പൈപ്പ് ലൈൻ വഴി എണ്ണ കയറ്റുമതി ചെയ്യുന്ന പദ്ധതിക്ക് ഇറാഖ് മന്ത്രിസഭ അനുമതി നൽകി കഴിഞ്ഞു. കുർദിസ്ഥാനിൽ നിന്ന് തുർക്കിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാനാണ് ഇറാഖിന്റെ തീരുമാനം. നിലവിൽ ഇതുവഴി ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഇതിന്റെ ശേഷി വർദ്ധിപ്പിച്ച് നിലവിലുള്ള 2.20 ലക്ഷം ബാരലിൽ നിന്ന് 7.70 ലക്ഷം ബാരലാക്കി കയറ്റുമതി വർദ്ധിപ്പിക്കും. തുർക്കിയിലെ ജയ്ഹാൻ തുറമുഖത്തേക്കാണ് പൈപ്പ് ലൈൻ. ഇവിടെ നിന്ന് കപ്പൽ വഴി എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാഖ്. രാജ്യത്തിന്റെ GDP-യിൽ 53% സംഭാവന ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ കയറ്റുമതി വഴി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ്. 93 ദശലക്ഷം ബാരൽ എണ്ണയാണ് നേരത്തെ ഇറാഖ് കയറ്റുമതി ചെയ്തിരുന്നത്. യുദ്ധം തുടങ്ങിയതോടെ ഇത് 10 ദശലക്ഷമായി കുറഞ്ഞു. ഇങ്ങനെ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഇറാഖ് സർക്കാരിന്റെ നിലപാട്. തുടർന്നാണ് ബദൽ മാർഗം തേടുന്നത്. കുർദുകളുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുർദിസ്ഥാൻ വഴി തുർക്കിയിലൂടെ എണ്ണ കയറ്റുമതി എളുപ്പമാകുമെന്ന് ഇറാഖ് ഭരണകൂടം കരുതുന്നുണ്ട്. ബഡ്ജറ്റ് പദ്ധതികളെല്ലാം നിലവിൽ താളം തെറ്റുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇറാഖ്. 1-ാം സ്ഥാനത്ത് റഷ്യയും 3-ാം സ്ഥാനത്ത് സൗദി അറേബ്യയുമാണ്. എന്നാൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തെക്കൻ ഏഷ്യയിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നതിന് ആശ്രയിക്കുന്ന പാത ഹോർമുസ് ആണ്. കഴിഞ്ഞ 3 മാസമായി എല്ലാ എണ്ണ ടാങ്കറുകളും ഇതിലൂടെ അയക്കുന്നില്ല. തുർക്കി വഴി ഇറാഖ് ക്രൂഡ് ഓയിൽ കയറ്റുമതി ശക്തമാക്കിയാൽ ഇന്ത്യക്ക് ആശ്വാസമാകും. സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള ക്രൂഡ് വരവ് കുറഞ്ഞതോടെ ഇന്ത്യ, വെനസ്വേല ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെയും അമേരിക്കയും ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിക്കുകയാണ്. ഇറാഖ് കയറ്റുമതി വർദ്ധിപ്പിച്ചാൽ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസകരമായി അത് മാറും. പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഹോർമുസ് അല്ലാത്ത വഴിയാണ് തേടുന്നത്. സൗദി അറേബ്യ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് യാബു തുറമുഖം വഴി എണ്ണ കയറ്റുമതി വർദ്ധിപ്പിച്ചു. UAE ഫുജറ വഴി കയറ്റുമതി ശക്തമാക്കിയിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളുമായും കുവൈറ്റ് ചർച്ച നടത്തുന്നുണ്ട്. അവരുടെ എണ്ണയും ഈ പൈപ്പ് ലൈൻ പാതയിലൂടെ കയറ്റുമതി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കുവൈറ്റ് പരിശോധിക്കുന്നത്.